നമസ്കാരം. സാടെക് ലാബ്സ് AI ന്യൂസ് ആൻഡ് ട്രെൻഡ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കവർ ചെയ്യാനുണ്ട്, അതുകൊണ്ട് നേരിട്ട് കടക്കുകയാണ്. ഡീറ്റെയിൽഡ് വീഡിയോ ആവശ്യമുള്ള ടോപ്പിക്സ് ഞാൻ ഇവിടെ കവർ ചെയ്യുന്നില്ല, പകരം ലോങ് വീഡിയോസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ വാർത്ത, ബീറ്റിൽസിന്റെ നൗ ആൻഡ് ദെൻ എന്ന പാട്ട് AI സഹായത്തോടെ നിർമ്മിച്ച ആദ്യത്തെ ഗ്രാമി നാമനിർദ്ദേശം നേടിയ ഗാനമായിട്ട് മാറി. സംഗീത നിർമ്മാണത്തിലും സംരക്ഷണത്തിലും AIയുടെ സ്വാധീനമാണ് ഇത് എടുത്തു കാണിക്കുന്നത്. കലാരംഗത്തു നിന്നുള്ള മറ്റൊരു വാർത്തയാണ് അടുത്തത്. അലൻ ട്യൂറിങ്ങിന്റെ ചിത്രം ഒരു ഹ്യൂമനോയിഡ് റോബോട്ട് വരച്ചത് $1 ദശലക്ഷം വിറ്റുപോയി. അപ്പോൾ AI പ്രേരിത കലയുടെയും സൃഷ്ടികളുടെയും വളരുന്ന പ്രവണതയാണ് ഇത് എടുത്തു കാണിക്കുന്നത്. അടുത്തത്, മൈക്രോസോഫ്റ്റും നാസയും ചേർന്ന് എർത്ത് കോപൈലറ്റ് എന്ന പേരിൽ ജിയോസ്പേഷ്യൽ ഡാറ്റ ഉപയോഗിക്കുന്ന ഒരു AI പ്ലാറ്റ്ഫോം വികസിപ്പിക്കാൻ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. ഭൂമിയുടെ വിഭവങ്ങളെക്കുറിച്ചുള്ള ധാരണയും പരിപാലനവും മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യം. അടുത്തത്, വത്തിക്കാന്റെ ഡിജിറ്റൽ ട്വിൻ പദ്ധതിയെക്കുറിച്ചാണ്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ഡിജിറ്റൽ ട്വിൻ സൃഷ്ടിക്കാൻ വത്തിക്കാൻ മൈക്രോസോഫ്റ്റുമായി സഹകരിക്കുന്നു. ഈ ചരിത്ര പ്രസിദ്ധമായ സ്ഥലത്തിന്റെ സംരക്ഷണത്തിനും വെർച്വൽ എക്സ്പ്ലോറേഷനും വേണ്ടിയിട്ടാണ് ഈ പദ്ധതി. അടുത്തത്, OpenAI chat.com $15 ദശലക്ഷത്തിലധികം കൊടുത്ത് വിലക്ക് ഏറ്റെടുത്തു. അപ്പൊ പുതിയ AI മോഡലുകൾ വികസിപ്പിക്കുമ്പോൾ ChatGPTക്ക് ബ്രാൻഡിംഗ് സൗകര്യം നൽകുമെന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് അനുസരിച്ച് ChatGPT പോലുള്ള AI സിസ്റ്റങ്ങൾ 90% കൃത്യതയോടെ രോഗങ്ങൾ നിർണ്ണയിക്കുന്നതിൽ ഡോക്ടർമാരെ മറികടക്കുന്നു എന്നാണ്. മെഡിക്കൽ രോഗനിർണയത്തില്, ആരോഗ്യ പരിരക്ഷയില് AIയുടെ സാധ്യതയാണ് ഇത് പ്രദർശിപ്പിക്കുന്നത്. മറ്റൊരു പ്രധാന വാർത്ത, പ്രോട്ടീൻ ഘടനകൾ മോഡലിംഗ് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്പൺ സോഴ്സ് ഉപകരണമായ AlphaFold 3 പുറത്തിറങ്ങി. ഇത് മരുന്ന് കണ്ടെത്തലിൽ പ്രതീക്ഷാജനകമായിട്ടുള്ള പ്രയോഗങ്ങളാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഇനി OpenAIയുടെ സാം ആൾട്ട്മാൻ AI ഇന്റലിജൻസ് വാൾ എന്ന ആശയത്തെ നിഷേധിച്ചു. ആൽഗോരിതമിക നവീകരണങ്ങൾ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ AIയുടെ സ്കെയിൽ ചെയ്യൽ പുതിയ തലങ്ങളിലേക്ക് തുടരുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. 2025 ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് AGI കൈവരിക്കുമെന്നും അദ്ദേഹം പ്രവചിക്കുന്നുണ്ട്. ഇനി ആന്ത്രോപിക് CEO ആയ ഡാരിയോ അമോഡെ 2026-2027 കാലയളവിൽ AGI കൈവരിക്കാമെന്ന് ഒരു ഇന്റർവ്യൂവിൽ സൂചിപ്പിച്ചു. ഡാറ്റ പരിമിതികളും ജിയോ പൊളിറ്റിക്കൽ പ്രശ്നങ്ങളും തടസ്സങ്ങളായി അദ്ദേഹം അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും നിലവിലെ പ്രവണതകളെ അടിസ്ഥാനമാക്കി ഈ സമയരേഖ യാഥാർത്ഥ്യമാണെന്നാണ് അദ്ദേഹം കരുതുന്നത്. ഇനി കുറച്ച് പുതിയ ഫീച്ചേഴ്സ് പറയാം. പെർപ്ലെക്സിറ്റി ഷോപ്പിംഗ് എന്ന ഫീച്ചർ അവതരിപ്പിച്ചിട്ടുണ്ട്. ഉൽപ്പന്നങ്ങൾ തിരയാനും വാങ്ങാനും എളുപ്പമാക്കാനുള്ള ഒരു AIയുടെ സാധ്യതകളാണ് ഇത് വിപുലീകരിക്കുന്നത്. മിസ്ട്രാൽ ആണെങ്കിൽ ഒരു സീരീസ് ഓഫ് പുതിയ റിലീസ് ഉണ്ട്. ഇതിൽ അവരുടെ ChatGPT പതിപ്പായ ലേചാറ്റ് ആണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ്. കോൺവെർസേഷണൽ AI, സംഭാഷണ AI പ്ലാറ്റ്ഫോമുകളിലെ തുടർച്ചയായ നവീകരണങ്ങളാണ് ഇത് എടുത്തു കാണിക്കുന്നത്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എന്തായാലും അഭിപ്രായം അറിയിക്കുക. ഗൂഗിൾ ഐഫോണുകൾക്കായി ഒരു ജെമിനി ആപ്പ് പുറത്തിറക്കി. ചിത്രങ്ങൾ വിശകലനം ചെയ്യുകയും ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്വിസുകൾ നൽകുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഷോർട്സുകൾക്കായി AI ഉൽപ്പാദിപ്പിച്ച സംഗീത റീമിക്സുകളുമായി യൂട്യൂബ് പരീക്ഷണം നടത്തുന്നു. 11 ലാബ്സ് ഓഡിയോ ബുക്ക് സൃഷ്ടിക്കാനുള്ള പുതിയ സവിശേഷതകൾ അവതരിപ്പിച്ചു. ഇനി നമുക്ക് കുറച്ച് പൊളിറ്റിക്കൽ ന്യൂസ് നോക്കാം. അമേരിക്കൻ സർക്കാർ ചൈനയിലേക്കുള്ള AI ചിപ്പുകളുടെ കയറ്റുമതി നിരോധനം ശക്തിപ്പെടുത്തി. TSMCയെ ചൈനയിലേക്ക് കയറ്റുമതി നിർത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ചൈനയുടെ സാങ്കേതിക പുരോഗതി പരിമിതപ്പെടുത്താനുള്ള വ്യാപക ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ തീരുമാനം. ആന്ത്രോപിക്, AWS, പാലന്റിയർ എന്നിവ ചേർന്ന് ക്ലൗഡ് AIയുടെ US ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിന് പരിചയപ്പെടുത്തി. ഇത് ഡിഫൻസ് പ്രതിരോധ ആവശ്യങ്ങൾക്ക് സ്കെയിലബിൾ AI പരിഹാരങ്ങളാണ് ലക്ഷ്യമിടുന്നത്. ആന്ത്രോപിക് US ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജിയുമായി സഹകരിച്ച് മോഡലുകൾ ന്യൂക്ലിയർ രഹസ്യങ്ങൾ ചോർക്കുമോ എന്നും പരിശോധിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ AIയുടെ സുരക്ഷിത ഉപയോഗത്തിന് നല്ല ഉദാഹരണങ്ങളാണ്. ഇനി ജപ്പാൻ 2030 സെമി കണ്ടക്ടറുകളിലും AIയിലും നേതൃത്വം സ്ഥാപിക്കാൻ $65 ബില്യൺ നിക്ഷേപ പദ്ധതിയുമായി മുന്നോട്ട് വരുന്നു. സാങ്കേതിക നവീകരണത്തിനും സാമ്പത്തിക സ്ഥിരതയ്ക്കും പിന്തുണ നൽകുക എന്നുള്ളതാണ് ഈ സംരംഭത്തിൽ ജപ്പാൻ ലക്ഷ്യമിടുന്നത്. ഇതോടെ AI ന്യൂസ് ആൻഡ് ട്രെൻഡ്സിന്റെ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി തുടർച്ചയായി നമ്മൾ വീഡിയോസ് ഇടുന്നതാണ്, പ്രത്യേകിച്ച് ന്യൂസ് ആൻഡ് അപ്ഡേറ്റ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും കമന്റ് ബോക്സിൽ എഴുതുക. കൂടാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.